ഇതൊരു 3/4 കിലോ ബീഫിൻ്റെ കരളാണ്. ഇതിനകത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇത് ഉലർത്താൻ ആവശ്യമായ സാധനങ്ങൾ എടുക്കാം. ചട്ടിയിൽ കടുകിൻ്റെ കൂടെ തന്നെ ഓൾ സ്പൈസസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നപ്പോഴേക്കും ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും കുറച്ച് ഉള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഒരുപാട് വഴണ്ട് വരേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതിയാവും. ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി ഉപ്പോട് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ മറ്റുള്ള കറികൾ വയ്ക്കുന്ന പോലെ ഒരുപാട് നന്നായിട്ട് ഉള്ളി വഴണ്ട് വരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴണ്ടാൽ മതിയാവേ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഒരുപാട് അരഞ്ഞു പോകണ്ട, ഒന്ന് ചതച്ച് എടുത്താൽ മതിയാവേ. അതോടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നിടം വരെ നമുക്ക് ഒന്ന് വഴറ്റാം. ഒരു മീഡിയം സിമ്മിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്ത് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ പൊതുവെ എരി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അവരവരുടെ എരിക്കനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാമേ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അവരവരുടെ എരിക്കനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവേ. അതിന് ചെറുതായിട്ട് എണ്ണ ഒന്ന് തെളിയട്ടെ. ഈ സമയം നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ചേർക്കുന്നുണ്ട്, അത് കാരണം വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. ഇതിൻ്റെ എണ്ണ തെളിയുമ്പോഴത്തേക്കും ഇതിൻ്റെ പൊടികളുടെ എല്ലാം ഒന്ന് പച്ചമണം മാറി ഒന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ടാവേ. അതാണ് ആ ഒരു കണക്ക്. ചെറുതായിട്ട് എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കരൾ ഈ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇതിനകത്തുള്ള വെള്ളം അത് ഈ മസാലയായിട്ടൊക്കെ ചേർന്ന് നന്നായിട്ടൊന്ന് പറ്റി വരണ്ട് നമ്മളിനി വഴറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ആ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി വരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാമേ. വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ഉപ്പും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, കറക്റ്റായിരുന്നു. ഈ സമയം നിങ്ങൾക്ക് എരി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ പറമ്പിൽ തന്നെയുള്ള നമ്മുടെ
പറമ്പിൽ തന്നെയുള്ള കറിവേപ്പിലയാണ് തണ്ടോട് കൂടിയിട്ടിരുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ എടുത്ത് കളയാം. കറിവേപ്പില എടുത്ത് കളയേണ്ട കാര്യമില്ല, ധാരാളം ഔഷധ ഗുണങ്ങളുള്ളതാണ് കറിവേപ്പില. ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ മാത്രം എടുത്ത് കളഞ്ഞാൽ മതിയാവും. കഴിക്കാൻ താല്പര്യമില്ലാത്തവർ മാത്രം. ബീഫൊക്കെ പ്രത്യേകിച്ച് കറി വയ്ക്കുമ്പോൾ നമ്മൾ ധാരാളം കറിവേപ്പിലയൊക്കെ ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. നമ്മളിതിനകത്ത് ഇറക്കാൻ നേരത്ത് കുറച്ച് വെളുത്തുള്ളി കൂടെ ചതച്ചിട്ടിട്ടുണ്ടായിരുന്നേ ലാസ്റ്റ് ഭാഗത്ത്. ഇപ്പം നന്നായിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. തീനി നമുക്ക് ഓഫ് ചെയ്യാം. ഇത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാമേ. സ്വാദിഷ്ടമായ ബീഫ് കറി